സ്നേഹനന്ദങ്ങൾ പ്രിയമുള്ളവരെ, റോയ് പാസ്റ്റർ ഇന്ന് നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണും, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മൾ തുടർമാന എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രെയിനിൽ വെച്ചൊരു ഒന്നിച്ചൊരു എപ്പിസോഡ് ചെയ്തു. ഇന്നും ഞങ്ങൾ യാദൃച്ഛികമായിട്ടൊന്നും വേണമെങ്കിൽ പറയാം, നേരത്തെ ഡിസ്കസ് ഒന്നും ചെയ്യാതെ പ്ലാൻ ചെയ്യാതെ ഞങ്ങൾ ഒന്നിച്ച് കേരളത്തിൽ വെച്ച് എറണാകുളത്ത് വെച്ച് കണ്ടുമുട്ടി. കൊച്ചിയിലെ എൻഗേജ്മെൻറ്റിന് വെച്ച് കണ്ടുമുട്ടി, ഒരു കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിന് വെച്ച് കണ്ടുമുട്ടി. ഞാൻ പാസ്റ്ററെ കണ്ടപ്പോഴേ പറഞ്ഞു, പാസ്റ്ററെ ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതുകൊണ്ട് ഒന്നിച്ച് കിട്ടിയ സമയം കല്യാണം കൂടി ആസാദിയുടെ ഒരു എപ്പിസോഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇറാനെക്കുറിച്ച്, പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച്, എസ്തേറിനെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടു. ഞാനും പാസ്റ്ററോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് അതിനെക്കുറിച്ച് കുറേ ഇൻഫർമേഷൻസ് കൂടെ പാസ്റ്റർ കയ്യിലുണ്ട്, അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം. അപ്പോൾ ഇന്ന് അങ്ങനെ കണ്ടുമുട്ടിയത് കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു വളരെ നാച്ചുറലായിട്ടൊരു അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു റെക്കോർഡിങ് ചെയ്യാം. ഇത് വ്യത്യസ്തമാകുന്ന ഒരു എപ്പിസോഡാണ്. റോയ് പാസ്റ്ററെ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്ററെ. ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയതിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റി. ദൈവമാണ് എല്ലാത്തിൻ്റെയും ഓതർ ആൻഡ് ഫിനിഷർ എന്നൊക്കെ പറയുന്ന ദൈവമാണ്. എല്ലാം രൂപകൽപ്പന ചെയ്യുന്നത് അവിടുത്തെ സ്വർഗീയ പദ്ധതിയാണ്. ഈ ദിവസങ്ങളിൽ നമുക്കറിയാമല്ലോ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ലോകം മുഴുവൻ അതിൻ്റെ ഒരു കെടുതി അനുഭവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ചിന്തിച്ചില്ല ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അത് നമ്മളെ ബാധിക്കുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ കടവസ്ത്രേ ഇവിടെ കൊച്ചിയിൽ ലാൻഡ് ചെയ്ത ശേഷം എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. 3 മണിയായി സമയം. അപ്പം നമ്മുടെ ഊബർ ഡ്രൈവറിനോട് പറഞ്ഞു എവിടെയെങ്കിലും ഫുഡ് കിട്ടുന്നൊരു സ്ഥലം ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു. അയാൾ പറയുകയാണ്, ഇത് ഹോട്ടലുകളൊക്കെ മിക്കവാറും എല്ലായിടത്തും ഊണില്ല, പിന്നെ വല്ല ബിരിയാണിയോ, പിന്നെ കേരളത്തിൻ്റെ ഒരു സ്വന്തം സാധനം ഉണ്ടല്ലോ ഇപ്പോൾ കുഴിമന്തി, അത് വല്ലതേ കിട്ടത്തുള്ളൂ. കാരണം ഗ്യാസിൻ്റെ ഷോർട്ടേജ്, ബോംബെയിൽ ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ ഇത്രയും കേരളത്തിലുണ്ടെന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നില്ല. ഞങ്ങൾ പിന്നെ 1-2 ഹോട്ടലിൽ പോയിടത്തൊക്കെ ഊണില്ല, ഈ പറഞ്ഞ കുഴിമന്തി ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ തീക്കകത്തല്ലേ, അത് പ്രത്യേക രീതിയിൽ റോക്കറ്റ് അടുപ്പെന്ന്, അതെ, അതിനകത്ത് ചെയ്യുന്നതായതുകൊണ്ട് കുഴിമന്തിയൊക്കെ കേരളത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ സത്യത്തിൽ ഞാനൊരു ഫുഡിയാണ് കേട്ടോ. ആസാദിയുടെ പ്രേക്ഷകരോട്, കേരളത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം കേരളത്തിലെ തനത് ഭക്ഷണങ്ങൾ 2-3 നമുക്കിഷ്ടമുള്ള ഐറ്റം ഉണ്ട്, ഇതൊക്കെ കഴിക്കണമെന്ന്. ഇപ്രാവശ്യം കുഴിമന്തി കഴിച്ച് ഞങ്ങൾ തൃപ്തി അടയേണ്ടി വരുമെന്ന് ഇന്നലത്തെ ഒരു അനുഭവത്തിലൂടെ മനസ്സിലായി. യുദ്ധം ഒരിക്കലും നല്ലതല്ല. ലോകത്തിൽ എവിടെ യുദ്ധം നടന്നാലും അതിൻ്റെ കെടുതികൾ നമ്മളെല്ലാവരും അനുഭവിക്കുകയാണ്. യുദ്ധവാർത്തകളാണ് ഇന്ന് എല്ലാ ചാനലിലും നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് വേദപുസ്തകവുമായിട്ട് വലിയ ബന്ധമുള്ളത് കൊണ്ട് ആളുകൾ വേദപുസ്തകത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ. പാസ്റ്റർക്ക് ഞാൻ മൈക്ക് കൈമാറുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വിവാദത്തെക്കുറിച്ചൊരു പരാമർശനം കൂടെ നടത്തിയിട്ട് പാസ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു യേശു ക്രിസ്തുവിനെതിരെ സംസാരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പക്ഷം പിടിച്ച് സംസാരിക്കുന്നവരുണ്ട്, ഇസ്രായേലിനെതിരായി സംസാരിക്കുന്നവരുണ്ട്. അവരാ വാർത്തയെ വളരെ അങ്ങ് ആഘോഷിക്കുകയാണ്. അതായത് ക്രിസ്ത്യാനികളെല്ലാം കൂടെ നെതന്യാഹുവിനെ പൊക്കിക്കൊണ്ട് നടന്നിട്ട് നെതന്യാഹു ഇപ്പോൾ യേശു ക്രിസ്തുവിനെതിരെ സംസാരിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ആളുകൾക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പറഞ്ഞത് ഏത് സെൻസിലാണ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പകുതി കമൻറ്റുകൾ വരുന്നത്, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ വരുന്നത്. ശരിക്കും നെതന്യാഹു യേശുവിനെ കൊച്ചാക്കാൻ പറഞ്ഞോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ആ വാർത്തകളൊക്കെ കണ്ടിട്ട് എനിക്ക് സംശയമുണ്ട്. കാരണം നെതന്യാഹു നടത്തിയ ഒരു പ്രസ്താവന ചെങ്കിസ് ഖാനുമായിട്ട് യേശുവിനെ കമ്പയർ ചെയ്തു എന്നുള്ളതാണ്. ചെങ്കിസ് ഖാൻ നമുക്കറിയാം, മംഗോൾ ഒരു ഭരണാധികാരി. അദ്ദേഹം മില്യൺസ് ഓഫ് ആളുകളെ കൊന്നു മുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് അദ്ദേഹം ഈ ലോകം മുഴുവൻ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് നല്ലതായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് ചെങ്കിസ് ഖാൻ ഒരു ക്രൂരനായ ഒരു മസാക്കർ നടത്തുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. എന്താണ് യേശുവും ചെങ്കിസ് ഖാനും തമ്മിൽ കമ്പാരിസൻ്റെ കാരണം? ഞാനിത് പറയുന്നത് കേൾക്കണേ, കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. നെതന്യാഹു യേശുവിനെ കൊച്ചാക്കിയാണോ പറഞ്ഞതെന്ന്. അതായത് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യേശു മൊറാലിറ്റിക്ക്, ധാർമ്മികതയ്ക്ക് വളരെ
പേരുകേട്ട പേരാണ് യേശുവിൻ്റേത്. കാരണം ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് പറയുന്ന യേശു ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ചെങ്കിസ് ഖാൻ, എല്ലാവരെയും കൊന്നുമുടിക്കുന്ന ചെങ്കിസ് ഖാൻ. നെതന്യാഹു പറയുന്നത് യേശുവിൻ്റെ മൊറാലിറ്റി ഒരുപക്ഷെ ക്രൂരനാകുന്ന ഒരു ശത്രുവിനെതിരെ ജയിക്കാൻ അത് ഉപയോഗപ്പെടുത്തില്ല എന്നുള്ളതാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നതിൻ്റെ ആശയം. കാരണം ഇറാനോട് മൊറാലിറ്റി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇറാൻ്റെ അടുക്കൽ ജീസസ് ക്രൈസ്റ്റ് ആയിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് നെതന്യാഹു പറയുന്നതിൻ്റെ ഒരു സെൻസ് എന്നുള്ളത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങളുടെ ബോംബെയിൽ ഞങ്ങളുടെ സ്ട്രീറ്റിൽ നടന്ന ഒരു അടിയുടെ കാര്യം പറയാം. രണ്ട് മലയാളികളാണ് തമ്മിൽ തല്ലുന്നത് കേട്ടോ. ഒരു മലയാളി വേറൊരു മലയാളി എടുത്തിട്ട് അടിക്കുകയാണ്. അപ്പോൾ അടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ ഈ അടി കൊടുത്ത മലയാളിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എന്താ ചേട്ടാ നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ ആളിനെ എന്തിനാ അടിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഒത്തിരി നാളായിട്ട് ഈ മനുഷ്യൻ ശല്യമായി, എൻ്റെ കട വന്നിട്ട് പ്രശ്നമാണ്. ഞാനങ്ങ് ക്ഷമിച്ചു, പക്ഷേ എനിക്ക് ജീസസ് ക്രൈസ്റ്റ് ആകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്നത് ഒരു ആശയമാണ്, ഒരു കൺസെപ്റ്റാണ്. ജീസസ് ക്രൈസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അടിക്കുന്നവന് മറുചെകിട് കാണിച്ചു കൊടുക്കുന്ന ഗാന്ധിയൻ ആശയങ്ങളെന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഗാന്ധിയോ യേശു ക്രിസ്തു ഒന്നും ആകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ആശയത്തിലാണ് പറഞ്ഞത്. പക്ഷേ അത് ഈ വായിന്ന് വീണ വാക്ക് അത് വല്ലാതെ ആളുകൾ ഉപയോഗിച്ചു. നെതന്യാഹു യേശുവിനെതിരെ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് നെതന്യാഹു ഒന്ന് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു ദേ യേശുവിനെതിരെ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ വാർത്തയെന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറും എന്നുള്ളത് കൊണ്ട് ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു. കുഴപ്പമില്ലല്ലോ പാസ്റ്റർ, പറഞ്ഞു കൊടുത്തു. അപ്പം നമുക്കിനി എസ്തേറിലേക്ക്, ഇറാനിലേക്ക് തിരിച്ചു വരാം. പാസ്റ്റർ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ കേൾക്കാനിരിക്കുക. ഈ നല്ല പ്രകൃതി സുന്ദരമാകുന്ന കൊച്ചിയിലെ ഒരു തോടൊക്കെ ഇതിൻ്റെ ബാക്കി കൂടെ ഒഴുകുന്നത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കേൾക്കാൻ റെഡിയാണ്. പ്രഷർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് നമ്മൾ. കർത്താവിന് സ്തോത്രം. ഫിനി പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ യാദൃശികമായിട്ട് ഇവിടെ വെച്ച് കാണാനിടയായി. ഒരിക്കലും ഫിനി പാസ്റ്റർ പൂനെന്ന് ഈ ഒരു ബോംബെന്ന് ഇവിടുന്ന് വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പാസ്റ്റർ ഞാൻ ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർ വന്ന് കയറിയിരിക്കുന്ന സമയത്ത് അത് രസമൊന്നുമില്ല പാസ്റ്ററെ. നമ്മളത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഞാൻ കറങ്ങി പാസ്റ്ററുടെ സീറ്റിന്റെ തൊട്ടടുത്ത സീറ്റ് വന്നിരുന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു എനിക്ക് അന്നേരം എൻ്റെ ഹൃദയത്തിൽ ആത്മാവിനാൽ നടത്തപ്പെടുക. ഡിവൈൻ പാസ്റ്റർ വന്ന് തൊട്ടടുത്ത സീറ്റ് വേറെ എങ്ങോട്ട് എവിടെയും പോയിട്ട് പിന്നെ പാസ്റ്ററെ കണ്ടിട്ട് കൈ കാണിച്ച് വരുമൊന്നുമല്ല, ഡയറക്റ്റ് വന്ന് കൂടിയിരിക്കും. ഇത് ദൈവത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ആയിരിക്കും, ദൈവത്തിന്റെ ഒരു അവസരമായിരിക്കും. കർത്താവ് ആസാദി ചാനലിൽ കൂടെ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് എനിക്കൊരു അവസരം തന്നു. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എൻ്റെ ചർച്ചിൽ വരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൻറ്റി ആസാദി ചാനലിൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് യാദൃച്ഛികമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് എന്നോട് കണക്റ്റായി. തുടർന്ന് നമ്മുടെ ചർച്ചിൽ വരാൻ വേണ്ടി ഇടയായി. അപ്പം ആസാദി ചാനലിൻ്റെ ഈ ചാനൽ എൻ്റെ ചർച്ചിനും എനിക്കും എല്ലാം അതെ എനിക്കത് വലിയ ബ്ലെസ്സിങ്ങാണ്. ലോകത്തിലെ എല്ലാ ചർച്ചകളും വളരട്ടെ പാസ്റ്റർ. ആസാദി അതിനൊരു കാരണമായി. അതെ നമ്മുടെ ലക്ഷ്യം അതാ പാസ്റ്റർ. ദൈവസഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഏത് സ്ഥലത്തായാലും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എസ്തേറിൻ്റെയും ഹാമാൻ്റെയും മോർദെഖായിയുടെയും ഇറാൻ്റെയും ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു നല്ല ചരിത്രങ്ങൾ, ഇന്നത്തെ കാലവുമായിട്ട് ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്തൂടെ കിടക്കുന്ന ഇനിയുമുണ്ട് അനേക കാര്യങ്ങൾ പറയുവാൻ. പക്ഷെ നമ്മുടെ എല്ലാം സമയത്തിൻ്റെ ചുരുക്കവും എല്ലാം നമ്മളത് വളരെ പ്രിസൈസായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കത് കാണാൻ വേണ്ടി പറ്റും. സഭയുടെ നിഴലാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്ന് പറയാറുണ്ട്. ദൈവം എന്നൊരു പദമില്ല. ഉത്തമഗീതത്തിലും എസ്തേറിലും അല്ലേ? അതെ, ഉത്തമഗീതത്തിൽ ദൈവം എന്നുള്ള പദമില്ല. പക്ഷേ രണ്ടും ഭയങ്കര ടൈപ്പോളജിയാണ്. ഭയങ്കര എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് പക്ഷേ ഞാൻ പല ആവർത്തി ഞാൻ ആ പുസ്തകം വായിച്ചു. 1 or 5 എനിക്ക് തോന്നില്ല, പല ആവർത്തി ഞാൻ വായിച്ചു. പല രീതികളിൽ അത് വായിച്ചു. അവിടെ എല്ലാം ഞാൻ കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ദൈവം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ കാണിച്ചു തന്നുകൊണ്ടായിരിക്കും. എല്ലാ ചാപ്റ്ററിനകത്തും അല്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽ വാക്യങ്ങളുടെ അകത്തും എനിക്ക് യേശു കർത്താവിൻ്റെ കരം കാണും. കാരണം ഒന്നാമത്തെ കാര്യം, പേർഷ്യയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേൽ മക്കൾ പേർഷ്യയിലാണ് ഉള്ളത്. എസ്തേറിൻ്റെ ചരിത്രം പറയുമ്പോൾ പേർഷ്യയിലാണ്. കാരണം ബാബിലോണിയ പ്രവാസത്തിൽ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഈ പിടിച്ചുകൊണ്ട് വന്ന ഈ ജനത്തിന് മടങ്ങിപ്പോകാൻ കർത്താവ് തന്നെ പറഞ്ഞു, 70 വർഷം കഴിയുമ്പോൾ, സംവത്സരം കഴിയുമ്പോൾ ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുപോകും. 70 വത്സരം കഴിയുമ്പോൾ ഞാൻ ഇവിടെ മടക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ദൈവം എല്ലാം കാലഘട്ടങ്ങൾ വന്നു. ഇസ്രായേൽ മറന്നു കാണുമായിരിക്കാം, പക്ഷെ ആ പിതാക്കന്മാർ പോയി കാണാം.
പക്ഷെ ദൈവം ഒരിക്കൽ വാക്ക് പറഞ്ഞാൽ മറക്കത്തില്ല. ദൈവം BC 539 എത്തിയപ്പോൾ, എന്ന് വെച്ചാൽ പ്രവാസത്തിൻ്റെ 68 വർഷം എത്തിയപ്പോൾ ദൈവം ബെൽസസറിനെ മാറ്റിക്കളഞ്ഞു. ബാബിലോണിയ കിങ്ഡത്തെ തകർത്ത് കളഞ്ഞു. ദൈവം പറഞ്ഞ വാക്ക് ഒരു ദിവസം പോലും ഇല്ലാതെ ദൈവം അത് പൂർത്തീകരിച്ചു. കോരശിൽ കൂടെ പെർമിഷൻ കൊടുത്തു, ദാര്യാവേശിൽ കൂടെ പെർമിഷൻ കൊടുത്തു. കോരശും ദാര്യാവേശും മേദ്യ പേർഷ്യ രാജ്യത്തിൻ്റെ നേതാവായിരുന്നു, അല്ലെ രാജാക്കന്മാരായിരുന്നു. അവർ കൂടി പെർമിഷൻ കൊടുത്തപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്നവർ മടങ്ങി വന്നത് സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ 50,000 പേര് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. 50,000 പേർ. അന്ന് യോശുവ എന്ന മഹാപുരോഹിതനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ 70 വർഷം എത്തിയപ്പോഴാണ് 606 തൊട്ട് BC 606 തൊട്ട് 536 വരെ നോക്കിയാൽ 70 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ആളിനെ ദൈവം കൊണ്ടുവന്നിട്ടും ദൈവത്തിൻ്റെ കരുതല. മടങ്ങിപ്പോകാൻ അവസരം കിട്ടിയിട്ട് മടങ്ങിപ്പോകാതിരുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം എസ്തേറിനെ അവിടെ ആക്കിയത്. എസ്തേറിനെ അവിടെ ആക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വസ്തിയുടെ ചരിത്രം പഠിക്കുക. എന്തിനാ വസ്തിരാജ്ഞിയെ താഴെ കളഞ്ഞു? വസ്തിരാജ്ഞിയെ താഴെ കളഞ്ഞതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ചിത്രീകരണം ഞാൻ വിദ്രാഷിൽ കൂടെ വായിക്കാനിടയായി. വസ്തിരാജ്ഞി ബെൽസസറിൻ്റെ മകളാണ്. ബെൽസസർ കൊല്ലപ്പെടുമ്പോൾ ഈ വസ്തി ഈ കൊച്ചു മകള് ഓടി വന്ന് സിംഹാസനത്തിൽ കയറിയിരുന്നു. അപ്പൻ കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞില്ല. അവളുടെ ആ ഒരു അറിവില്ലായ്മ, പക്ഷേ അവളോട് കനിവ് തോന്നി കോരശ് ഇവളെ രക്ഷിച്ചു. കോരശ് ഇവളെ അങ്ങ് ഏറ്റെടുത്തു. നാളുകൾ കഴിഞ്ഞപ്പോൾ ദാര്യാവേശിൻ്റെ മകനാണ് അഹശ്വരേഷ് വരുന്നത്. ആ മകൻ കല്യാണം കഴിച്ചു. അപ്പോൾ മറ്റൊരു കിങ്ഡത്തിൻ്റെ മകളാണ് വസ്തി. ഇപ്പം ഭരിക്കുന്നത് പേർഷ്യ രാജ്യമാണ്, മേദ്യ പേർഷ്യ രാജ്യമാണ്. പക്ഷേ വസ്തി ആരുടെ രാജ്യത്തിൻ്റെ ആണെന്നറിയാമോ? വസ്തി ബെൽസസറിന്റെ മകളാണ്. ആ ഒരു കിങ്ഡത്തിൻ്റെയാണ്. ജൂയിഷ് മിത്രാസി പറയുന്ന ചരിത്രം. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ചരിത്രം ഇതാ. എന്തും കൊണ്ട് ദൈവം ഈ മകളെ സ്ഥാനഭ്രംഷ്ടയാക്കി, അല്ലെങ്കിൽ ഇതിനെ അനുവദിച്ചു എന്നുള്ളൊരു വാക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ മറ്റൊരു പോസിറ്റീവ് വശം പറഞ്ഞായിരുന്നു. കാരണം അവൾ പറഞ്ഞ വാക്കിൻ്റെ പോസിറ്റീവ് വശം പറഞ്ഞു. അതെ, ഫാസ്റ്റർ ഇടയ്ക്ക് ഞാൻ നിർത്തിയത് പറയുകയാണ്. ഒരു പക്ഷേ ഫാസ്റ്റർ പറയാൻ വരുന്ന ആശയങ്ങളിൽ അത് കാണും. നമ്മുടെ ഈ ഇത് പ്രേക്ഷകർക്ക് എത്രയും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വസ്തി എന്ന സ്ത്രീയുടെ ഒരു ഔന്നത്യം കൂടി ഇതിനകത്തൊരു വിഷയമാണ്. കാരണം അഹശ്വേരോശ് വസ്തിയെ തൻ്റെ മഹത്തുക്കളുടെ ഇടയിൽ വിളിച്ചു വരുത്തുന്നു, അവളുടെ സൗന്ദര്യം കാണിക്കാനെന്ന് പറയുമ്പോൾ അത് പഴയകാലത്തുണ്ടായിരുന്ന വളരെ മ്ലേച്ഛമായൊരു സിസ്റ്റമായിരുന്നു. മ്ലേച്ഛത എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുടെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നതിൽ അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഒരു സമ്പ്രദായം ഈ പല രാജാക്കന്മാരുടെ രാജകൊട്ടാരങ്ങളിൽ കാണുമായിരുന്നു, ഉണ്ടായിരുന്നു. ഇത് ഒരു ഹിസ്റ്റോറിക് ഫാക്റ്റാണ്. ഇതൊരു ഹിസ്റ്റോറിക് ഫാക്റ്റാണ്. അപ്പോൾ വസ്തിയെ വിളിച്ചു വരുത്തിയത് വെറുതെ വസ്തിയെ കാണിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് അവൾ റിജക്ട് ചെയ്യുന്നത്. അവൾ റിജക്ട് ചെയ്യുന്നത്, അവളെ കൊണ്ടത് പറ്റുന്നില്ല. ഇത് തന്നെ പക്ഷേ ചരിത്രങ്ങൾ എഴുതിയേക്കുന്നു. അതാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ പറയാതിരുന്നത്. അതെ, എനിക്കറിയാം. ഇത് പ്രഷർക്ക് കേൾക്കുമ്പോൾ അല്പം എക്സ്ട്രീമായിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ ഫാക്ട് പല കൾച്ചറിലും ഇതുണ്ടായിരുന്നു. ജീവിത പങ്കാളിയെ കൊണ്ടുവന്ന് അവരുടെ നഗ്നത അവരുടെ സ്നേഹിതരുടെ മുമ്പിൽ കാണിച്ച് അഭിമാനിക്കുന്ന ഒരു ഭ്രാന്തൻ, ഒരു എന്താ പറയുക, മ്ലേച്ഛമാകുന്ന ഒരു ആചാരം എന്നൊന്നും പറയാനൊക്കത്തില്ല, ഒരു ഭ്രാന്ത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണ് എന്ന് പറയാം. പക്ഷെ ഇത് ഒരു മാന്യമായിട്ടുള്ള രീതിയിലല്ല ഇവ മടങ്ങി വരാൻ വേണ്ടി ഇരുന്നത്. അല്ലാതെ തന്നെയാണ് മടങ്ങി വരാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ അതൊരു സൈഡ് പോസിറ്റീവ് വശം കിടക്കുമ്പോൾ തന്നെ മറുഭാഗം യെരുശലേമിൽ അവർ പോയി 534 ആലയത്തിന് അടിസ്ഥാനം വിട്ടു. പക്ഷെ പണി നടക്കുന്നില്ല. പണി പല പ്രാവശ്യങ്ങളിൽ നടക്കാതെ ബ്ലോക്കായി. ലെറ്റർ പോകുന്നു, എഴുത്ത് കോരശിനും ദാര്യാവേശിനും പോകുന്നു, അങ്ങേ കരയിന്ന് പോകുന്നു, യഹൂദന്മാരുടെ അടുക്കേന്ന് പോകുന്നു, യഹൂദന്മാരാവുന്ന എല്ലാം ചെയ്തു. പക്ഷേ അഹശ്വേരോശിന്റെ കാലം വന്നപ്പോഴും പണി നടക്കുന്നില്ല. പലപ്പോഴും പണികളും യഹൂദന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ മുടങ്ങിക്കിടക്കാം. അത് മുടങ്ങിക്കിടക്കാനുള്ളതിന്റെ കാരണം മിദ്രാശി പറയുന്നത് വസ്തിരാജ്ഞി അഹശ്വേരോശ്, മേദ്യ പേർഷ്യ രാജ്യത്തിൻ്റെ രാജാവായ അഹശ്വേരോശിനോട് കൺവിൻസ് ചെയ്തു, എൻ്റെ ഗ്രാൻഡ് ഫാദർ തകർത്ത് കളഞ്ഞ സ്ഥലമാണ്, നിങ്ങൾ പണിയണ്ട, അവർക്ക് പെർമിഷൻ കൊടുക്കണ്ടാന്ന്. യഹോവയുടെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി പല പ്രാവശ്യവും എതിര് നിന്ന ഒരു വ്യക്തിയായിട്ടാണ് മിദ്രാഷ് ആ വസ്തിയെക്കുറിച്ച് പറയുന്നത്. യഹോവയുടെ ആലയത്തിൻ്റെ പണി ഒത്തിരി നാളുകൾ നിന്ന് കിടന്നു. 516 പണി കഴിയുന്നത്, 516. പക്ഷേ ഈ പണി നിന്ന് കഴിയാൻ ഈ മകള് പേർഷ്യ രാജാക്കന്മാരെ പലപ്പോഴും സ്വാധീനിച്ചു. കാരണം ബാബിലോണിയ കിങ്ഡത്തിൻ്റെ മകളാണ്. ഒരു ചരിത്രം അവിടെ കാണാം. വസ്തിരാജ്ഞി താഴെ പോയി. ഇത് കഴിഞ്ഞ് വസ്തിരാജ്ഞി താഴെ പോയെങ്കിലും എസ്തേറിനെ ദൈവം എസ്തേറിനെ ക്യൂനാക്കുമ്പോൾ
പക്ഷേ അതിൻ്റെ ഡേറ്റ് ബൈബിളിൽ കിടക്കുന്ന ഭയങ്കര അർത്ഥമാണ്. ഡേറ്റ് കിടക്കുന്നത് വസ്തിരാജ്ഞി താഴെ പോകുന്നത് അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിലാണ്. എസ്തർ ക്യൂനാകുന്നത് അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് 10-ാം മാസം. 4 വർഷങ്ങൾക്ക് 4 വർഷം. അപ്പോൾ ഈ 4 വർഷം എന്തോ എടുക്കുമായിരുന്നു? നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. 4 വർഷം ആ മകൾക്കൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം രാജാവിന് അവളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവളുടെ ശരീരത്തിൽ ഒത്തിരി തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോയേ പറ്റത്തുള്ളൂ. കാരണം 6 മാസം ഒരു തൈലത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, 3 തൈലത്തിന്, അടുത്ത 6 മാസം ഒരു തൈലത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, 1 വർഷം മറ്റൊരു ട്രീറ്റ്മെൻറ്റ്. കാരണം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മകളുടെ സ്കിൻ ടോൺ ഉൾപ്പെടെ, ഇവളുടെ വേർപ്പിൻ്റെ സ്മെല്ലുൾപ്പെടെ, ഇവളുടെ ആഹാരശൈലി ഉൾപ്പെടെ മാറണം, ഇവിടെ എവറി ഡയറ്റ് എല്ലാം മാറണം. ഇതിൻ്റെ അർത്ഥം എന്തുവാ? സഭയെ ഇതുപോലാണ് പരിശുദ്ധാത്മാവ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സുഗന്ധദ്രവ്യങ്ങളുടെ ഹേഗായി പരിശുദ്ധാത്മാവിന്റെ നിഴലായിട്ട് നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പോലും പഠിച്ചിട്ടുണ്ട്. പക്ഷേ കാരണം സഭയുടെ നിഴല, ഇനി അത് സഭയുടെ നിഴലാന്നുള്ളതിന് മറ്റൊരു ഭയങ്കര തെളിവ്. പക്ഷെ ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ അകം വെമ്പൽ കൊള്ളുക. പക്ഷേ പാസ്റ്റർക്ക് അത് ഒത്തിരി മനസ്സിലാകും. കാരണം പാസ്റ്റർ വളരെ ആഴമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരാളാണ്. 7-ാം വർഷം 10-ാം മാസം, 7-ാം വർഷം 10, 7 ഇവിടെ 7 വർഷമാണ്, 10-ാം മാസം. ഈ 7-10 എന്നുള്ളൊരു കണക്ക് ബൈബിളിൽ ഭയങ്കരമായിട്ട് കിടപ്പുണ്ട്. യഹൂദന്മാർക്ക് 7 ഫീസ്റ്റുകളുണ്ട്. 7 ഫീസ്റ്റുകളുടെയും ഡേറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഫീസ്റ്റ് പെസഹ, ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്. 2ാമത്തെ ഫീസ്റ്റ് അൺലിവൻ ബ്രെഡ് 15-ാം തീയതി, 1-ാം മാസം 15-ാം തീയതി തൊട്ട് 7 ദിവസം. 3ാമത്തെ ഫീസ്റ്റ് ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ബല കറ്റയുടെ പെരുന്നാൾ. അത് ഡേറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച യഹൂദന്മാരുടെ ചരിത്രങ്ങളിൽ കൂടെ ഡേറ്റ് പറഞ്ഞ് 18-ാം തീയതിയാണ് വരുന്നത്. അല്ലെങ്കിൽ പെസഹ കഴിഞ്ഞ ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസം അന്നാണ് ഫസ്റ്റ് ഫ്രൂട്ട് വരുന്നത്. അത് കഴിഞ്ഞ പെൻഡക്കോസ് ഫീസ്റ്റാണ് 4ാമത്തേത്. എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് 50-ാമത്തെ ദിവസം പെൻഡക്കോസ് ഫീസ്റ്റ്. അത് കഴിഞ്ഞാൽ 5ാമത്തെ ഫീസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ് 7-ാം മാസം 1-ാം തീയതി, കാഹളധ്വനി പെരുന്നാൾ. അടുത്ത ഫീസ്റ്റ് എന്ന് പറയുന്നത് 6ാമത്തെ ഫീസ്റ്റ് എന്ന് പറയുന്നത് അവിടാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ ശ്രദ്ധിക്കേണ്ടത്. 7-ാം മാസം 10-ാം തീയതി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. 7-ാം മാസം 10-ാം തീയതി എന്ന് പറയുന്നത് അന്ന് ഒരു ദിവസം മാത്രമേ മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതിവിശുദ്ധ സ്ഥലത്ത് രക്തവുമായിട്ടും ധൂപവർഗപീഠവുമായിട്ട് കയറാൻ പറ്റത്തുള്ളൂ. അന്ന് കയറിയാൽ വെളി നിൽക്കുന്ന ഇസ്രായേൽ സഭയ്ക്ക് മൊത്തം അവരുടെ പാപത്തിന്റെ ക്ഷമയെന്നല്ല പരിഹാരം മറച്ചു അവിടെ വിജയകരമായി കയറിയ. പക്ഷേ എസ്തേറിനെ എന്ന് അപ്പോയിന്റ് ചെയ്ത ദൈവം 7-ാം വർഷം 10-ാം തീയതി. ഫീസ്റ്റ് എന്നാ 7-ാം മാസം 10-ാം തീയതി. 7-10 ഇവിടെ കാണാം. എന്തോ ഇതിനകത്തൂടെ സിംബോളിക്കായിട്ട് പഠിക്കാൻ പറ്റുന്നത്, എസ്തർ അഹശ്വേരോശ് രാജാവിൻ്റെ അന്തഃപുരത്തിനകത്ത് കയറിയാൽ യഹൂദന് വിജയമാണ്. മഹാപുരോഹിതൻ രക്തവുമായിട്ട് കൃപാസനത്തിനകത്ത് കയറി 7 പ്രാവശ്യം രക്തം തളിച്ചാൽ വെളി നിൽക്കുന്ന അവർ മഹാപുരോഹിതൻ ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര റിലീസിങ് നടന്നു, സ്പിരിച്വൽ റിലീസിങ് നടന്നു. പക്ഷേ എസ്തേറിനെ അന്തഃപുരത്തിൽ, അഹശ്വേരോശ് രാജാവിൻ്റെ അന്തഃപുരത്തിൽ കയറാൻ ദൈവം നിശ്ചയിച്ചു വെച്ചിരുന്ന സമയം 7-10. അഷ്ട ഇതിനിടയ്ക്ക് ഞാൻ ഒരു സിംബോളിസം പറയുകയാണ്. പുരോഹിതൻ അകത്ത് കയറി പോവുകയാണ്. പുരോഹിതൻ അകത്ത് കയറിയിട്ട് തിരിച്ചു വരുന്നിടം വരെ ജനത്തിന് യാതൊരു ആശ്വാസവും ഇല്ല. കാരണം പുരോഹിതൻ ജീവനോട് തിരിച്ചു വന്നെങ്കിലേ പാപപരിഹാരം സംഭവിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി. അകത്ത് പോയ പുരോഹിതന് പാപമുണ്ടെങ്കിൽ മരിക്കും. അതെ, മരിച്ചോന്നറിയാൻ ഒരാൾക്ക് അങ്ങോട്ട് കയറി പോകാൻ പോലും ഒക്കെ പറ്റത്തില്ല. നമ്മൾ ഈ ചരിത്രത്തിൽ കാണുന്നത് ഈ കാലയിലൊരു ചങ്ങല കെട്ടിയിടുമായിരുന്നു. അതായത് ഈ പുരോഹിതന്റെ സ്ഥാനവസ്ത്രത്തിന്റെ താഴെ ഈ മണിയും മാതളപ്പഴവും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ മണി കിലുങ്ങുന്ന ശബ്ദം കേട്ടാൽ അതിന്റെ അർത്ഥം പുരോഹിതൻ ജീവനോടുണ്ട്. മണി കിലുങ്ങുന്ന ശബ്ദം കേട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കയറോ ചങ്ങലയോ അതേ വലിച്ച് ഈ ഡെഡ് ബോഡി വെളിയിലെടുക്കുക. ഇവിടെ ഉള്ളൊരു സിംബോളിസം എന്ന് പറഞ്ഞാൽ അകത്ത് പോയ പുരോഹിതൻ ശരിക്കും ഒരു ഡെത്താണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡെത്ത്. മരിക്കുന്നതിന് തുല്യം അകത്തേക്ക് കയറി പോകുന്നത്. ജീവൻ അങ്ങോട്ട് കൊടുത്തോണ്ട് അകത്തേക്ക് കയറി പോകുന്നത്. ജീവനോട് തിരിച്ചു വന്നാൽ അർത്ഥം പാപം പരിഹരിക്കപ്പെട്ടു. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. ഉയർത്ത് തിരിച്ചു വരുമ്പോഴാണ് പാപപരിഹാരത്തിന്റെ ഡിക്ലറേഷൻ സംഭവിക്കുന്നത്. അങ്ങോട്ട് പോയ യേശു തിരിച്ചു വന്നില്ലായിരുന്നെങ്കിലോ കഴിഞ്ഞു. പിന്നെ പാപം പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. യേശുവിൻ്റെ ക്രൂശ് മരണം പാപത്തിൻ്റെ പ്രതിക്രിയ നടത്തിയെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പ്
ആ പാപപരിഹാരം അംഗീകരിക്കപ്പെട്ടു എന്നുള്ള സ്വർഗത്തിൻ്റെ വിളംബരമാണ് മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് വന്ന യേശു കർത്താവ്. ആ യേശു കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ രക്ഷയുടെ ഭദ്രത വിളംബരം. ഇടയ്ക്ക് എനിക്ക് ആ ചിന്ത വന്നുകൊണ്ടൊക്കെ പറഞ്ഞുമായിട്ട് കണക്ട് ആയത്. യഹൂദന്മാരുടെ കൾച്ചറിനകത്ത് ഈ 7-10 ന്യൂമറോളജി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അവർക്ക് ഓരോ അർത്ഥം, അവരുടെ ആൽഫബറ്റും അങ്ങനെ, ആൽഫബറ്റിനകത്തും ഓരോ ന്യൂമറിക്ക് അത് കാര്യങ്ങൾക്ക് സ്പിരിച്വൽ മീനിങ് ഉണ്ട്. സോ 7-10 ദൈവം എസ്തേറിനെ അഹശ്വേരോശ് രാജാവിൻ്റെ അന്തഃപുരത്തിൽ കൊണ്ടുപോയി അപ്പോയിന്റ് ചെയ്തു. അത് വിജയമാണ്. കാരണം ദൈവം അപ്പോയിന്റ് ചെയ്ത ഡേറ്റ് നോക്കിക്കേ, 7-10. ഇത് അഹശ്വേരോശ് രാജാവിൻ്റെ 7-ാം ആണ്ട് 10-ാം മാസമാണ്. മറ്റേത് 7-ാം മാസം 10-ാം തീയതിയാണ്. പക്ഷേ 7-10 എന്ന് പറയുന്നൊരു ഡേറ്റ് കാണാം. ഇതുപോലെ തന്നെ ഇതിനകത്ത് വീണ്ടും കിടക്കാം. ഈ ഹാമാൻ നിയമം എഴുതി, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഹാമാൻ നിയമം എഴുതുന്നത് ആബീബ് മാസം അല്ലെങ്കിൽ നീസാൻ മാസം 13-ാം തീയതിയാണ്. നീസാൻ മാസം 14-ാം തീയതി പെസഹയാണ്. എന്നുവെച്ചാൽ പെസഹ തുടങ്ങുക. പെസഹയുടെ അത് നടക്കുന്ന സമയത്താണ് ഈ നിയമമെല്ലാം വന്ന മൊർദെഖായി കരയുന്നതും. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു ഡേറ്റിനകത്തൂടെ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു പറഞ്ഞത് ഉയർപ്പിൻ്റെ അന്നാം ഹാമാൻ മരിച്ചതെന്നാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ പഠിച്ചിട്ട് ഉയർപ്പിൻ്റെ അന്നിനെക്കാട്ടിലും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് ശബത്തിൻ്റെ അന്നാണ്. ശബത്തിൻ്റെ അന്നാണ് ഈ ഹാമാനെ കൊല്ലുന്നത്. പക്ഷേ ആ ഹാമാനെ കൊന്നതിൻ്റെ ആ ശബത്തുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് ഇപ്പം ഇസ്രയേലിൻ്റെ പരമോന്നത അധികാരിയായിരുന്ന അയത്തുള്ള ഖമേനി മരിച്ച ദിവസവും ഇറാന്റെ അയത്തുള്ള ഖമേനി മരിച്ച ദിവസവും ശബത്തിൻ്റെ അന്നാണ്. ശബത്തിന് ഒത്തിരി സിംബോളിസം ഉണ്ട്. പക്ഷേ ഹാമാനെ കൊല്ലുമ്പോൾ ഹാമാൻ എത്ര വയസ്സായിരുന്നു? മിദ്രാശ് തന്നെ പറയുക, എഴുതിയേക്കുക, മിഡ് 40s എന്ന് പറഞ്ഞാൽ 45 ആകാം. 45 മിഡ് 40s എന്നാണ്. 40-നും 50-നും ഇടയ്ക്ക് മിഡ് 40s എന്നാകാം. എത്ര വർഷത്തെ ഭരണമാണ് ഖമേനിക്ക് ഉണ്ടായിരുന്നത്? 47 വർഷത്തെ പ്രസിഡന്റായിട്ടും പരമോന്നത അധികാരിയായിട്ടും ഉണ്ടായിരുന്ന 47 വർഷത്തെ. അവിടെ നമുക്കൊരു സിംബോളിസം കാണാം. അടുത്തത് എത്രാം വർഷത്തെ പ്രസിഡന്റാണ് അമേരിക്കയുടെ പ്രസിഡന്റ്? 47th പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഖമേനി 47 വർഷം. ഇവിടെ ഒരു 47 കാണാം. അത് ബൈബിളിലുള്ള ഒരു സിംബോളിസം നമ്മൾ പഠിക്കുക. ഒരു 47 കാണാം. ഓക്കെ, ഇത് കഴിഞ്ഞ് മുമ്പോട്ട് വരാം. ഹാമാൻ തീരുമാനിച്ചത് ഇസ്രയേലിനെ മൊത്തം ഒറ്റ ദിവസം കൊണ്ട് വംശഹത്യ ചെയ്യുക. അതിനവൻ ഡേറ്റ് എഴുതി, മൊത്തം ജനത്തെ ഒരുമിച്ച് വംശഹത്യ ചെയ്യുക. ഈ വംശഹത്യ എഴുതിയത് നിമിത്തമാണ് ഹാമാന് തകരേണ്ടി വന്നത്, അല്ലെ ഹാമാനും തൻ്റെ ആ കുലവും തകരേണ്ടി വന്നത്. എന്തുവാ ഖമേനി ചെയ്തത്? ഖമേനി ചെയ്തതും ഇസ്രയേലിനെ ഡെത്ത് ടു ഇസ്രയേൽ എന്നാണ്. ഇസ്രയേലിനെ കൊന്നുകളയും. അതിനു വേണ്ടിയിട്ടാണ് അവർ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാം. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത്, പക്ഷേ ആധാർ മാസം എന്ന് വെച്ചാൽ 12-ാം മാസം 13-ാം തീയതിയാണ് യഹൂദനെ എല്ലാവരും കൊല്ലാൻ വേണ്ടി വിധിച്ചിരുന്നത്. പക്ഷേ യഹൂദനെ കൊല്ലാൻ വിധിച്ചിരുന്ന അതിൻ്റെ 1-ാം മാസം തന്നെ ഹാമാൻ മരിച്ചു. ഹാമാനെ കൊന്നുകളഞ്ഞു. പക്ഷെ ഇപ്പോഴും വന്നപ്പോഴത്തേക്കിന് ഇസ്രായേൽ മക്കൾ പ്രബലപ്പെട്ടു. ഒത്തിരി പേര് യഹൂദന്മാരായെന്ന. മൊർദെഖായിയും എസ്തേറും 1-ാം മാസവും 2-ാം മാസവും 3-ാം മാസവും എത്തിയപ്പോഴത്തേക്കിന് അവർ രാജ്യത്തിൻ്റെ നെറുകയിൽ വന്നതോടുകൂടെ ഇത് അറിഞ്ഞിട്ട് 127 സംസ്ഥാനങ്ങളിൽ ഇത് അറിഞ്ഞിട്ട് ഒത്തിരി പേര് യഹൂദന്മാരായി. 12-ാം മാസം യഹൂദന്മാർ എത്രയധികം ആൾക്കാരെ കൊന്നെന്നറിയാമോ? 75,000 ആൾക്കാരെ കൊന്നുകളഞ്ഞു. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം. 75,000, 75,000. പക്ഷേ 75,000 നമുക്ക് വരാം. അതിൻ്റെ ഒരു സിംബോളിസം ഇപ്പം കാണാം. അതിനു മുമ്പേ ഞാൻ കഴിഞ്ഞ ദിവസം ഈ യഹൂദ റബിമാരുടെ ക്ലാസ്സുകളിൽ കൂടെയൊക്കെ കേൾക്കുമായിരുന്നു. 3-ാം മാസം എത്തിയപ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ മൊർദെഖായിയുമായിട്ടുള്ള ബന്ധം എസ്തേർ മനസ്സിലാക്കി കൊടുത്തിട്ട് മൊർദെഖായിക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു. അങ്ങനെ ഹാമാന്റെ സ്ഥാനവും മുദ്രാമോതിരവും മൊർദെഖായിക്ക് കൊടുത്തു. മൊർദെഖായി രാജ്യത്തിന്റെ 2-ാമനോ 3-ാമനോ ആയിട്ട്, അല്ലെ ഉന്നതനായിട്ട് ഹാമാന്റെ സ്ഥാനത്ത് വാഴുക. പക്ഷെ ഹാമാന്റെ സ്ഥാനത്ത് വാഴുമ്പോൾ ബൈബിളിൽ 8-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്നത് ഹാമാന്റെ ചരിത്രത്തിനകത്ത്, ഇസ്രായേലിന്റെ ചരിത്രത്തിനകത്ത് പറയുക, അന്ന് മൊർദെഖായി ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത്. നീലയും വെള്ളയും വസ്ത്രം.
നീലയും വെള്ളയും വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പേർഷ്യൻ കിങ്ഡത്തിൽ. ഇപ്പം എസ്തേറിന്റെ ചരിത്രം നടക്കുന്ന പേർഷ്യയില, ശൂഷൻ രാജധാനിയല്ല, പേർഷ്യയില. നീലയും വെള്ളയും പർപ്പിളും. നീല എന്ന് പറഞ്ഞാൽ നമുക്ക് ടാബർനാക്കിൾ പഠിക്കുമ്പോൾ കാണാം ഡിവിനിറ്റിയെ കാണിക്കുന്നത്. അവിടെ ക്ഷണവസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് റൈച്ചസ്നെസ്സിനെ കാണിക്കുന്നു. നീലയും വൈറ്റിനെയും അവിടെ ഹൈലൈറ്റ് ചെയ്യാം. പർപ്പിള് റോയലിനെ കാണിക്കുന്നു, രാജകീയത്വത്തെ കാണിക്കുന്നു. നമുക്ക് നീല വസ്ത്രവും വെള്ള വസ്ത്രവും രണ്ട് എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. ഇപ്പൊ പേർഷ്യക്കകത്ത് ഹാമാൻ മരിച്ചു കഴിഞ്ഞപ്പം ബ്ലൂ ആൻഡ് വൈറ്റ് ഉയർന്നു. എക്സാക്ട്ലി ഖമേനി മരിക്കുമ്പോഴും ബ്ലൂ ആൻഡ് വൈറ്റ് ഉയർന്നു. എക്സാക്ട്ലി ഖമേനി മരിക്കുമ്പോൾ ഒരു സൈഡിൽ ഭയങ്കരമായിട്ടും വിലാപം നടക്കുന്നുണ്ട്. 40 days ഓഫ് അവരുടെ മോർണിംഗ് നടക്കുന്നുണ്ട്. ഈ വിലാപം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ മറുഭാഗത്ത് അനേക ജനങ്ങൾ ഇത് സെലിബ്രേറ്റ് ചെയ്യാം. തൻ്റെ ആ ഭരണത്തിൻ്റെ കിരാതനമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചത് നിമിത്തമുള്ള തൻ്റെ ഭരണ നിമിത്തം സെലിബ്രേഷൻ നടക്കുക. ആ സെലിബ്രേഷൻ നടക്കുമ്പം ഒരു ഫ്ലാഗ്, ഒരിക്കലും ഉയരാൻ പറ്റാത്ത 2 ഫ്ലാഗ് അവിടെ ഉയർന്നു. അത് ഒരു ഫ്ലാഗ് ഒരിക്കലും ഉയരാൻ പറ്റത്തില്ല. പേർഷ്യയുടെ പഴയ പേർഷ്യയുടെ ഫ്ലാഗ് ഉയർന്നു. അത് അവിടെ ഉയരാം. എന്നുവെച്ചാൽ ഷായുടെ കിങ്ഡത്തിന്റെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്. 2 അമേരിക്കയുടെ ഫ്ലാഗ് ഉയരല്ല. അമേരിക്കയുടെ ഫ്ലാഗ് അവർ നിലത്തിട്ടിട്ട് ചവിട്ടിക്കൊണ്ട് നടക്കുകയും കത്തിച്ചു കളയുകയും ചെയ്ത. അതിനെക്കാട്ടിലും എനിമിറ്റി ഉള്ളതാണ് ഇസ്രായേലിന്റെ ഫ്ലാഗ്. ഇസ്രായേലിന്റെ സിമ്പൽ അവിടെ കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു ഫ്ലാഗിന്റെ ഒരു കാര്യം കാണാൻ പറ്റത്തില്ല. അവിടെ അവരുടെ സ്ട്രീറ്റിൽ നീലയും വെള്ളയും. ഇസ്രായേലിന്റെ ഫ്ലാഗിന്റെ കളർ എന്ത് പാസ്റ്റർ? നീലയും വെള്ളയും. ഇതുപോലെ തന്നെ ഹാമാൻ മരിച്ചപ്പോൾ പേർഷ്യയിൽ നീലയും വെള്ളയും ഉയർന്നു. അവിടെ മൊർദെഖായി ധരിച്ച വസ്ത്രമാണ്. 3 കളറുണ്ട്, നീലയും വെള്ളയും പർപ്പിളും ഉണ്ട്. പക്ഷെ ഇവിടെ നീലയും വെള്ളയും ഇതുപോലെ സിംബോളിക്കായിട്ട് ഇപ്പം പേർഷ്യയിൽ അവിടെ നടന്ന സെയിം പ്ലേസാ ഇവിടെ. എസ്തേറിന്റെ ചരിത്രം നടക്കുന്ന സെയിം സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹാമാന്റെ സ്ഥലവും നടക്കുന്നത്. ഹാമാനെ കൊന്നുകളഞ്ഞത് അവന്റെ വീട്ടിലിട്ട അവൻ ഉണ്ടാക്കിയ കഴുകുമരത്തിൽ തന്നെ അവനെ തൂക്കിക്കളഞ്ഞു. ഖമേനി മരിക്കുമ്പോഴോ അവന്റെ കൊട്ടാരത്തിൽ തന്നെ ഇട്ടു. അവന്റെ കൊട്ടാരത്തിൽ സെയിം കാര്യം കാണാം. ഇതെല്ലാം ഒറ്റ സ്ഥലമാണ്. ഇനി 75,000 പേരുടെ ചരിത്രങ്ങൾ കാണാം പാസ്റ്റർ. ഒരു 75,000 പേരുടെ ചരിത്രങ്ങൾ കാണാം. ഇതെല്ലാം സെയിം സ്ഥലങ്ങളായിട്ട് കാണാം. യഹൂദന്മാരാണെങ്കിൽ അന്ന് ആബീബ് മാസം നടക്കുന്നതിന് മുമ്പേ, ആബീബല്ല ആധാർ മാസം വരുന്നതിന് മുമ്പേ അവര് 75,000 പേരെ ബൈബിൾ പറയുക കൊന്നുകളഞ്ഞു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു 75,000-ന്റെ കണക്ക് കാണാം. ഇന്റർനെറ്റിൽ ഒന്ന് ഗൂഗിളിനകത്ത് അടിച്ചു കൊടുത്താൽ നോക്കിയാൽ ഹൗ മെനി മോസ്ക് ആർ ദർ ഇൻ ദ ഇറാൻ എന്ന് 75,000. കമ്പാരിസൺ നോക്കാം. 75,000 ഇറാന്റെ മോസ്ക് ഉണ്ട്. അതിൽ 50,000 എണ്ണം ആ മോസ്കുകൾ ഇപ്പോൾ അടച്ചിട്ടേക്കുക. ഇത് ഗൂഗിള് തരുന്ന ഇൻഫർമേഷൻ. ഇതെന്താ അടച്ചിടാൻ കാരണം എന്താ? അവിടുത്തെ കൺവേർഷൻ നടന്നു. അതായത് അത്ര മാസ് കൺവേർഷൻ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കൂ. ഇന്റർനെറ്റിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോക്കി ഗൂഗിളിൽ അടിച്ചു നോക്കൂ. ഹൗ മെനി മോസ്ക് ആർ ദർ ഇൻ ദി ഇറാൻ എന്ന് അടിച്ചു നോക്കിക്കോ. ഗൂഗിൾ കാണിച്ചു തരും. അക്കോർഡിംഗ് ടു ദ 2023 സ്റ്റാറ്റിസ്റ്റിക്സ് 75,000 mosques are there and 50,000 mosques are closed. ഇവിടെ പറഞ്ഞേക്ക ഒത്തിരി പേര് യഹൂദന്മാരായി. എസ്തേറിന്റെ പുസ്തകത്തിൽ പറഞ്ഞേക്ക ഒത്തിരി പേര് യഹൂദന്മാരായി. ഇവിടെ പറഞ്ഞേക്ക ഒത്തിരി പേര് യേശുവിങ്കിലേക്ക് വന്നു. യഥാർത്ഥ സത്യ വെളിച്ചമായ യേശുവിങ്കിലേക്ക് വന്നു. ഇറാൻ ഇന്ന് ഭയങ്കര ഒരു റെവല്യൂഷന്റെ, ഒരു വിപ്ലവത്തിന്റെ വക്കിലാണ്. സോ ഇങ്ങനെ ഇവൻ ഹാമാന്റെ പേര് തന്നെ ഖമേനിയുടെ പേരിനകത്തുണ്ട്. ആ കെയും ലാസ്റ്റിലെ 2 ലക്ഷണം കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഹാമാനെന്ന് തന്നെ കാണാം. കെ മാറ്റിക്കഴിഞ്ഞാൽ മതി. കെ മാറ്റിക്കഴിഞ്ഞിട്ട് ഇവിടെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ EI എന്നുള്ളത് മാറ്റാമെങ്കിൽ എക്സാക്ട്ലി ആ പേര് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ എത്രയധികം കമ്പാരിസൺ എന്നറിയാം, എത്രയധികം കമ്പാരിസൺ. ഇനി കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോഴും ഇപ്പോഴത്തെ ഇറാന്റെ പ്രശ്നം പഠിക്കുമ്പോഴും 3 കലണ്ടർ നമ്മൾ അറിയണം. ഒന്നാമത്തെ കലണ്ടർ നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന ഗീഗോറിയൻ കലണ്ടർ അല്ലെ ജൂലിയൻ കലണ്ടർ. അത് സോളാറിനെ ഡിപ്പെൻഡ് ചെയ്ത. എന്നാണ് ഖമേനിയെ കൊല്ലുന്നത്? ഖമേനിയെ കൊല്ലുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്.
ഡേ ലൈറ്റിൻ്റെ സമയത്താണ്. ഹാമാൻ മരിക്കുന്നത് ഡേ ലൈറ്റിലാണ്, ഇവിടെ ഖമേനി മരിക്കുന്നതും ഡേ ലൈറ്റിലാണ്. ഈ ഫെബ്രുവരി 28 ഡേറ്റ്. ഫെബ്രുവരി 28 വന്നു. അപ്പം ബൈബിളിൻ്റെ കലണ്ടർ പ്രകാരം 12-ാം മാസമാണ്. യഹൂദൻ്റെ കലണ്ടർ പ്രകാരം 12-ാം മാസമാണ്. 12-ാം മാസമാണ് പൂരീം ഫീസ്റ്റിൻ്റെ ആ ദിവസങ്ങൾ വരുന്നത്. ആ 12-ാം മാസം 11-ാം തീയതി, 11 എന്ന് പറഞ്ഞാൽ ജൂയിഷ് കൾച്ചറിനകത്തൂടെ പഠിക്കുമ്പോൾ ആ വേർഡിൻ്റെ അർത്ഥം ഡിസ്ട്രക്ഷൻ എന്നാണ്. ഡിസ്ട്രക്ഷൻ. എനിക്കൊന്ന് പാസ്റ്റർ അതിന് മുമ്പേ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് പിന്നെ അതായത് ഈ റംസാൻ മന്ത്, അതെ, 9-ാം മാസം 11-ാം തീയതി, അതായത് ഇസ്ലാം കലണ്ടർ അനുസരിച്ച്, മുസ്ലിം കലണ്ടർ അനുസരിച്ച് റംസാൻ മാസം 11-ാം തീയതി, അതായത് 9-11 സെപ്റ്റംബർ 9/11 ഒരു എന്താ പറയുക മറുഭാഗമാണ് ഇത് എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു വാദഗതി ഞാനൊരു വീഡിയോ ചെയ്തു. ഇത് തന്നെ പക്ഷേ സെക്യുലർ മീഡിയകളിലെല്ലാം പ്രത്യേകിച്ച് ജൂയിഷുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഇഷ്ടംപോലെ ആർട്ടിക്കിളിനകത്ത് ഇത് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആർട്ടിക്കിളിനകത്ത് 9/11 ഹിജറി കലണ്ടർ, അല്ലെങ്കിൽ ഹിജറി എന്നല്ല പറയുന്നത്, അറബിക് കലണ്ടർ അനുസരിച്ച് 9-ാം മാസം 11-ാം തീയതി എന്ന് പറയുന്നത് ആ ഡേറ്റ് വന്ന് ഫോൾ ആകുന്നത് ഫെബ്രുവരി 28. അതെ, ഫെബ്രുവരി 28. അത് പാസ്റ്റർ ഈ ഹിജറി കലണ്ടർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ AD BC ക്രിസ്തുവിൻ്റെ ജനനമായ ബന്ധത്തിൽ വേർതിരിച്ചതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ ജീവിതമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു പുതിയ കലണ്ടറാണ്. അതെ, ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധത്തിൽ AD BC എന്ന് പറയുന്ന പോലെ തന്നെ ഇസ്ലാം വിശ്വാസം ഉണ്ടാക്കിയ ഒരു പുതിയ കലണ്ടറാണ്. രസമെന്താ, നമ്മളിപ്പം ഇന്ത്യയിൽ ഇടയ്ക്ക് നടന്നൊരു ചർച്ചയാണ്, ബിഫോർ മോദി ആഫ്റ്റർ മോദി, ഇന്ത്യയിൽ പുതിയ കലണ്ടർ ഉണ്ടാക്കണം എന്ന് വരെ ചിലർ പറഞ്ഞു കളഞ്ഞു. അതായത് മോദിയുടെ ഭരണം മുതൽ 1 എന്നെണ്ണി തുടങ്ങണം. ഇന്ത്യ ഒരു പുതിയ യുഗത്തിലാണ്. അപ്പോൾ അത് ഓരോ വിശ്വാസങ്ങളും ഓരോ മതങ്ങളും ഒക്കെ അവരുടെ സിസ്റ്റം അനുസരിച്ച് ലോക ചരിത്രത്തെ സ്വാധീനിക്കാനും വേർതിരിക്കാനുമുള്ള അവരുടെ ആഗ്രഹങ്ങളുടെയൊക്കെ ഭാഗമാണത്. പക്ഷേ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഈ വിഷയത്തിനകത്ത് 3 കലണ്ടർ ഫോളോ ആകുന്നുണ്ട്. ആ പർട്ടിക്കുലർ ഡേറ്റ് നോക്കി, ഡേറ്റ് എല്ലാം വരുന്നത് സാറ്റർഡേയാണ്. സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ശബത്ത് എന്നാണ്. ശബത്ത്, ഹാമാൻ മരിക്കുന്നതും ഹാമാനെ തൂക്കിക്കൊല്ലുന്നതും ശബത്തിൻ്റെ അന്നാണ്. ശബത്തിൻ്റെ അന്ന്. ഇതങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അനേക ടൈപ്പോളജി കാണാം. എസ്തറിൻ്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് 3 കലണ്ടർ കാണാം. പക്ഷേ 3 കലണ്ടർ എല്ലാം വന്ന് ഹാമാൻ്റെ വിഷയവുമായിട്ട് വന്ന് ഫോളോ ആയത് ശബത്തിൻ്റെ അന്നാണ്. സെയിം കാര്യം ഇപ്പോൾ ഇറാൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതും സാറ്റർഡേയാണ്, ശബത്തിൽ. ഇതിനകത്തൂടെ എന്തുവാണ് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം? ഇതിനകത്തൂടെ പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സഭ തിരിച്ചറിയേണ്ടത്, ഹാമാൻ എന്ന് പറയുന്നത് എസ്തറിൻ്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി ആഗാഗ്യനായ ഹാമാൻ എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജീനിയോളജി പഠിച്ചു. അതെ, ജീനിയോളജി കണ്ടു. ആഗാഗ്യനായ ഹാമാൻ എന്ന, ആഗാഗ് എന്ന് പറഞ്ഞ അമാലിക്യ വംശജൻ. എങ്ങനെയാണ് ഈ അമാലിക് എന്ന് പറഞ്ഞ ജാതി? അമാലിക് എന്ന് പറഞ്ഞ ജാതി ഏശാവിൽ നിന്ന് ജനിക്കുന്നതാണ്. ഏശാവ് തിമ്നയിൽ നിന്ന് ജനിക്കുന്നതാണ് അമാലിക്. പക്ഷേ ഈ ജാതിയോട് ദൈവത്തിൻ്റെ ഒരു ഇറ്റേണൽ ആങ്കർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇവരുടെ ജീവിതം മുഴുവനും ഇവർ പൈശാചിക ശക്തികൾക്ക് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്നു. അതിനു വേണ്ടി ഇവർ വിറ്റുകളഞ്ഞിരുന്നു. അതെ, വിറ്റുകളഞ്ഞിരുന്നു. ആ എസ്തർ മൊർദെഖായും കൂടെ ആ ഹാമാന്റെയും അമാലേക്കിൻ്റെയും ചാപ്റ്റർ ക്ലോസ് ചെയ്യും എന്നാണ് എനിക്ക് എൻ്റെ സ്റ്റഡിയിൽ കൂടെ മനസ്സിലായത്. അവിടം കൊണ്ട് അതിനെ 2 ദിവസം ചോദിച്ചത്. കാരണം ഒരിക്കൽ ദൈവം തീർത്ത് കളയാൻ ഷൗലിനോട് പറഞ്ഞതാ. ഷൗല് ചെയ്തില്ല. ഇപ്പൊ ഷൗലിന്റെ കൊച്ചു കുടുംബത്തിൽ വന്ന ജനറേഷനിൽ വന്ന ബെന്യാമീനായ കീഷിന്റെ മകനായ ഷിമയുടെ മകനായ യായിരിന്റെ മകനായ മൊർദെഖായി, അവരുടെ മകളായ ചിറ്റപ്പൻ അങ്കിളായിരുന്നു മൊർദെഖായി. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് അമാലിക്യ വംശത്തെ തുടച്ചു കളയണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയെ അവിടം കൊണ്ട് പൂർത്തിയാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കാലത്തേക്കിന് വേണ്ടി അല്ലായിരിക്കുമോ നിന്നെ ദൈവം രാജസന്നിധിയിൽ ഇരുത്തിയെന്ന് ആർക്കറിയാം? അതെ, ഇപ്പം നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തും രക്ഷ വരും, നീയും നിന്റെ പിതൃഭവനം നശിച്ചു പോകും. അതെ. പക്ഷേ ഇവിടെ പാസ്റ്ററെ നമ്മളിപ്പം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, പാസ്റ്റർ പറഞ്ഞ അമാലേക്കിനെ നശിപ്പിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇറ്റേണൽ ഒരു ആങ്കറാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ബേസിക് കാരണം ഞാൻ പാസ്റ്റർ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഈ ജാതിയൊക്കെ ചെയ്തിട്ടുള്ള മ്ലേച്ഛതകൾ, ക്രൂരതകൾ, പാപം, ഇത് ഭയങ്കരമാണ്. ഞാൻ പ്രേക്ഷകരോട് പറയുക, ദൈവം കോപിച്ചു അല്ലെങ്കിൽ ദൈവം അവരോടുള്ള ദൈവത്തിൻ്റെ ക്രോധം ജ്വലിച്ചെന്നൊക്കെ പറയുമ്പോൾ
നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്ന് പറയുന്നത് ഒരു വലിയ കടൽ പോലെ, നേച്ചർ, ദൈവം ഈ പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ദൈവം. എവിടൊക്കെ പാപം വർദ്ധിക്കുന്നു അവിടെയൊക്കെ നേച്ചർ റെസ്പോണ്ട് ചെയ്യും. ഞാനിപ്പം ഈ അടുത്ത സമയത്തായിട്ട് പഠിച്ച ഒരു സബ്ജക്റ്റാണ് എക്കോളജിക്കൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. തിയോളജി പഠിക്കുന്ന കേട്ടോ, എക്കോളജിക്കൽ തിയോളജി എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ് എക്കോളജിക്കൽ ജഡ്ജ്മെൻറ്റ്. എക്കോളജിക്കൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതി നടത്തുന്ന ന്യായവിധി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ ഉരുളുപൊട്ടുന്നതിന് കാരണമായിട്ട് സയൻറ്റിസ്റ്റുകൾ തന്നെ എന്താ പറയുന്നത്, പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയ്ക്ക് പ്രകൃതി നൽകുന്ന പ്രതികാരം. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം. പ്രകൃതി എങ്ങനെയാണ് എക്കോളജിക്കൽ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്, ഇതുപോലെ തന്നെ സർവശക്തനായ ദൈവം ഭൂമിയുടെ മുഖത്ത് ഏതെങ്കിലും ഒരു പീപ്പിൾ ഗ്രൂപ്പ്, ഒരു ജാതി, ഒരു രാഷ്ട്രം കാണിക്കുന്ന കൊടും ക്രൂരതയ്ക്ക് നടത്തുന്ന ഡിവൈൻ ജഡ്ജ്മെൻ്റ് ആണത്. അതിനകത്ത് ദൈവം ക്രൂരനാണോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രകൃതി പ്രതികരിക്കുന്നത് പോലെ സൃഷ്ടിതാവ് പ്രതികരിക്കും. പക്ഷേ ഞാനൊരു വാക്യം പാസ്റ്റർ പറഞ്ഞു എൻ്റെ കൂടെ ആഡ് ചെയ്തോട്ടെ. അതെ, ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം പറയുക, ദേശം അശുദ്ധമായി തീർന്നു. എന്തുകൊണ്ടാണ് ദേശം അശുദ്ധമായി തീർന്നെന്നുള്ളത് മുകളിലോട്ടുള്ള വാക്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരൊന്ന് വായിച്ചാൽ നല്ലതാണ്. ഒരു മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്കും അംഗീകരിക്കാൻ പറ്റാത്ത മ്ലേച്ഛ സ്വഭാവങ്ങൾ ആ ജാതികൾ ചെയ്തത് ആ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാസ്റ്റർ പറഞ്ഞ കാര്യത്തോടു കൂടെ ഞാനൊരു വാക്യം കൂടെ, ബൈബിളിൽ ഒരു വാക്യം കൂടെ ആഡ് ചെയ്യാം. ഇവിടെ പറഞ്ഞേക്കുന്നത് ലേവ്യ പുസ്തകം 18-ന്റെ 25-ാം വാക്യം, ദേശം അശുദ്ധമായി തീർന്നു. ദേശം അശുദ്ധമായി തീർന്നത് എങ്ങനെയാണെന്ന് മുകളിലോട്ട് എഴുതിയിട്ടുണ്ട്. ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത ഇമ്മോറൽ കറപ്ഷൻസ്, കാരണം അതുപോലെ ഇമ്മോറൽ കറപ്ഷൻസ് ഈ ജാതികൾ ചെയ്തു. ഒരു മനുഷ്യനെയും മൃഗങ്ങളെയും ഇവൻ ശവങ്ങളെ പോലും വിടാതെ അതുപോലെ മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ഒരു ജനതയായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ് ഇങ്ങനെ, പക്ഷേ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു, ദേശം അതിൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ദേശം റെസ്പോണ്ട് ചെയ്യും. ഇതാ സംഭവിക്കുന്നില്ല, ദേശം റെസ്പോണ്ട് ചെയ്യും. ഭൂമിയുടെ അകൃത്യഭാരം അതിന് താങ്ങുവാൻ കഴിയുന്നില്ല. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. റീസൺ പറയുന്നു, അതിന്മേൽ നടക്കുന്ന പാപം ഭൂമിക്ക് എടുക്കാൻ പറ്റുന്നില്ല, നേച്ചറിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ നാച്ചുറൽ കലാമിറ്റീസ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്നതിനുള്ള ഒരു ബിബ്ലിക്കൽ എക്സ്പ്ലനേഷനാണ് ഈ എക്കോളജിക്കൽ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ എക്കോളജിക്കൽ തിയോളജി എന്നൊക്കെ. ഇത് ഈ പാപം എന്നുള്ള വേർഡിനെക്കാട്ടിലും കൂടുതൽ ബൈബിൾ യൂസ് ചെയ്തിരിക്കുന്ന അകൃത്യം. പാപത്തിന്റെ 3ാമത്തെ ഡിഗ്രി അകൃത്യം. പാപം ഉണ്ട്, ലംഘനമുണ്ട്, അകൃത്യമുണ്ട്. 3ാമത്തെ ഡിഗ്രിയാണ്. കാരണം അകൃത്യം എന്ന് പറഞ്ഞാൽ നോയിങ്ലി റിബൽഡ് അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ. അറിഞ്ഞുകൊണ്ട്, എനിക്കറിയാം പ്രമാണമുണ്ട്, നിയമമുണ്ട്, രാജ്യത്തിന്റെ നിയമമുണ്ട്, എനിക്ക് അതൊന്നും ബാധകമല്ല, അതിനെ മനഃപൂർവ്വം ഞാൻ വയലേറ്റ് ചെയ്യാം. ദൈവം അത് ഏത് രാഷ്ട്രം ചെയ്താലും ഏത് ജാതി ചെയ്താലും അതിൻ്റെ പ്രത്യാഘാതം അവർ അനുഭവിക്കും. അത് ഡിവൈനാണ്, അത് നേച്ചറിൻ്റെ, നമ്മൾ ഈ ഭാഷയിലൊക്കെ പറയത്തില്ല കാവ്യനീതി എന്ന് പറയത്തില്ല, അത് കാവ്യനീതിയാണ്. പോയറ്റിക്കൽ എന്താ പറഞ്ഞ ജഡ്ജ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, പോയറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയാം. അതുപോലെ ഈ ദൈവത്തിന്റെ പ്രമാണം കൊടുക്കുന്ന സമയത്ത് തങ്കം കൊണ്ടുള്ള തലയായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. തങ്കം കൊണ്ടുള്ള തല യെരുശലേമിനെ കയറി തൊട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങളും തൻ്റെ കൈകളിൽ ഒതുങ്ങി. താൻ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ദൈവം തന്നെ പഠിപ്പിച്ചതാ, തന്നെ 7 വർഷം കാട്ടിൽ വിട്ട് മൃഗങ്ങളോട് കൂടെ ആയിരുന്നു തൻ്റെ സഹവാസം. അത് കഴിഞ്ഞിട്ട് തനിക്ക് സുബോധം വന്ന് തിരിച്ചു വരിക. ദൈവം പറയുന്ന, ദാനിയേൽ കൂടെ പറയുന്ന ഒരു വേർഡുണ്ട്. ദാനിയേൽ പറയുന്ന വേർഡ് ഇപ്രകാരമാണ്, നെബൂഖദ്നേസർ രാജാവിനോട് പറയുന്നത്, സകല രാജ്യത്വത്തിൻ്റെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളി വരുമ്പോഴും താമ്രം വരുമ്പോഴും ഇരുമ്പ് വരുമ്പോഴും ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള മിശ്രിതം വരുമ്പോഴും എല്ലാം വരും. സകല രാജ്യത്വത്തിന്റെ മീതെ മഹാരാജാവായ ദൈവം വാഴുന്നു. ഈസ് എ സുപ്രീം അതോറിറ്റി. അപ്പം പാപത്തിന് ദൈവം ശിക്ഷിക്കും. പക്ഷേ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നു, യഹോവ പരാജയപ്പെട്ടോ എന്ന് ജനം ചോദിച്ചെന്ന്. പലരും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുക. ഈ നെബൂഖദ്നേസർ രാജാവ് ജെറുസലേം ദേവാലയത്തിലെ സാധനങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ, ആ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാനപാത്രങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ, അത് തന്നെ അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ചെയ്യുന്നത് ഒരു പ്രത്യേക അടയാളമാണ്. അതായത് ഏത് രാജ്യത്തെ
ദൈവത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ആ ദൈവത്തിന്റെ വിശേഷ ഒബ്ജക്റ്റ് എടുത്തുകൊണ്ട് പോയി അതിനെ മലിനമാക്കുക. ബെൽസസർ അതാ ചെയ്തത്, അതിനകത്ത് വീഞ്ഞു കുടിക്കുക. കാരണം ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവത്തെ ജയിച്ചു എന്ന് കാണിക്കുന്ന ഒരു സിംബോളിസമാണ്. ഈ യെശയ്യാവിന്റെ പുസ്തകത്തിലൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് പിന്നെ യഹോവ പർവ്വതദേവനാകുന്നു, പർവ്വതദേവനായ യഹോവ പർവ്വതത്തിലേ ജയിക്കത്തുള്ളൂ, താഴ്വരയിൽ ഇറങ്ങി വന്നാൽ അവൻ തോക്കും എന്നൊക്കെ പറഞ്ഞാൽ വെല്ലുവിളിക്കുന്നു. അപ്പൊ അവരുടെ ചിന്ത എന്താ പറയുക, ഞങ്ങളുടെ ദൈവം താഴ്വരയിൽ പ്രബലനാണ്, യഹോവ പർവ്വതദേവനാണ്. കാരണം കൂടുതലും യഹോവ വെളിപ്പെട്ടിട്ടുള്ളത് പർവ്വതങ്ങളിലാണ്. ജാതികളുടെ അകത്ത് കിടക്കുന്ന കൺസെപ്റ്റ് ഒരു കാരണവശാലും യഹൂദനുമായിട്ട് മലയുടെ മുകളിൽ യുദ്ധം ചെയ്യില്ല. അവരുടെ ദൈവത്തിന് അവിടെ ഭയങ്കര പവറാണ്. ഇവനെ താഴ്വരയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരാജയപ്പെടുത്താന്ന്. നിന്റെ ദൈവം എവിടെയെന്ന് നിന്റെ ശത്രുക്കൾ ചോദിക്കുന്നു. അപ്പോൾ എന്താ ചോദിക്കാൻ കാരണം? നീ അത് ഈ 115 സങ്കീർത്തനം അല്ലേ, നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ചോദിക്കുന്നു. ആ ചോദിക്കാൻ കാരണം 115 സങ്കീർത്തനം അത് എക്സൈൽ എക്സ്പീരിയൻസിൽ നിന്ന് എഴുതിയ സങ്കീർത്തനമാണ്. പ്രവാസകാലത്തിന് ശേഷം പ്രവാസാനുഭവമാണ് പറയുന്നത്. ആളുകൾ ഞങ്ങളോട് ചോദിച്ചു നിന്റെ ദൈവം എവിടെ. അന്നത്തെ കാലത്തെ കൺസെപ്റ്റ് അതാ, ഒരു ദേശം പരാജയപ്പെട്ടാൽ ആ ദേശത്തിലെ ദൈവം പരാജയപ്പെട്ടെന്ന്. ഇത് ഹിസ്റ്റോറിക്കാണ്. ഇത് വേദപുസ്തകത്തിൽ അതിന് സൂചനകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് അങ്ങനെ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടില്ലായിരിക്കും. അതാണ് നിങ്ങൾക്കത് കേട്ടപ്പോൾ വളരെ വ്യത്യസ്തമായ എന്തോ ഒരു കാര്യമായിട്ട് തോന്നി. ഇവൻ പക്ഷേ ഇവരെ പരാജയപ്പെടുത്തിയ ദൈവത്തിന്റെ നാമത്തിലുള്ള പല വസ്തുക്കളും കൊണ്ടുവന്നു പിടിച്ചെടുത്തിട്ട് അവരുടെ ദേവന്റെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ. അത് ഒത്തിരി സ്ഥലത്ത് കാണാം. ഇവൻ നിയമപ്പെട്ടകം തന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നു വെച്ചു, ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. ഇവിടെ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് യഹൂദ രാജാവായ യെഹോക്യാമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ഷീനാർ ദേശത്ത് അവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. എവിടെയാ ഷീനാർ? ബാബിലോൺ. ഈ സ്ഥലത്ത് കൊണ്ടുവച്ചു. എത്ര നാളായി? കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിടിച്ചെടുത്തത് കൊണ്ടുവന്ന് ഈ കാര്യം പക്ഷേ നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ, ഞാൻ മുമ്പേ പറയാൻ വന്ന വേർഡ് അതിങ്ങനായിരുന്നു, അമാല്യേക്കിനെ എസ്തേർ മൊർദെഖായും തുടച്ചു കളഞ്ഞു. പക്ഷെ അമാല്യേക്കിനെ എഴുന്നേൽപ്പിച്ച, ദൈവത്തിന്റെ ഉടമ്പടിയുള്ള ജനത്തിനെതിരെ എഴുന്നേൽപ്പിച്ച ഒരു പൈശാചിക മണ്ഡലം ഉണ്ടായിരുന്നു. ഈ പൈശാചിക മണ്ഡലം ഇന്നും സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ദൈവസഭ ജയിച്ചിരിക്കണം. ദൈവസഭ ഇതിനെ അല്പം വെട്ടിക്കൊണ്ട് അതിന്റെ വേര് വെച്ചിട്ട് അതിന്റെ കുറ്റി വെച്ചിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. ന്യായാധിപന്മാരുടെ കാലത്ത് അമാലേക്ക് തന്നെയാണ് വന്നത്. ശൗലിന്റെയും ദാവീദിന്റെയും ഓരോരുത്തരുടെയും കാലഘട്ടങ്ങളിലെല്ലാം അമാലേക്ക് എഴുന്നേറ്റ് വന്നത്. ഈ ആത്മമണ്ഡലത്തിനകത്ത് വ്യാപരിക്കുന്ന പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇതെല്ലാം ഫിസിക്കൽ അല്ല, ഭൗതികമല്ല, ലിറ്ററൽ അല്ല, ഇതെല്ലാം ആത്മീകമാണ്. അപ്പോൾ ആത്മീകമായിട്ട് അമാലേക്കര് എന്ന് പറയുന്നത് പോലെ ഒരു പൈശാചിക മണ്ഡലം സഭയ്ക്കെതിരെ നിൽക്കുന്നു എന്നാണ് പാസ്റ്റർ പറഞ്ഞത്. അതിനെ സഭ ജയിക്കണം. ഇതൊരു യുദ്ധമാണ് അല്ലേ പാസ്റ്റർ? യുദ്ധം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മശക്തിയോടുകൂടിയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഇത് പുതിയ നിയമ സഭയോടുള്ളതാണ്. പഴയ നിയമത്തിൽ അമാലേക്കിനെ എഴുന്നേൽപ്പിച്ച, ഭൂമിയിൽ അമാലേക്ക് എന്ന് പറഞ്ഞ ജാതിയെ എഴുന്നേൽപ്പിച്ച ഒരു പൈശാചിക മണ്ഡലം ആത്മമണ്ഡലത്തിലുണ്ടായിരുന്നു. പഴയ നിയമത്തിലെ ആർക്കും അവിടെ കയറി തൊടാൻ പറ്റത്തില്ലായിരുന്നു. പഴയ നിയമത്തിൽ ഇവർക്കാർക്കും ആത്മമണ്ഡലത്തെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്ക് ദൈവം തന്നേക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജാ വാഴ്ചകളെയും അധികാരങ്ങളെയും എന്ന് പറഞ്ഞേക്കുന്നത് ഭൂമിയിലുള്ള സിസ്റ്റമല്ല, ആത്മമണ്ഡലത്തിലുള്ള സിസ്റ്റമാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാര ലോകത്തിൻ്റെ ലോകാധിപതികളെയും സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനകളെയും തകർത്ത് കളയാൻ അമാലേക്കിനെയും അമോര്യരെയും അനാക്യരെയും എഴുന്നേൽപ്പിച്ച, ഇതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ആ പൈശാചിക ശക്തികളെ, നമ്മുടെ യുദ്ധം ജഡരക്തങ്ങളോടുള്ള യുദ്ധമല്ല, പക്ഷേ ഈ പൈശാചിക ശക്തികൾ ജനത്തെ മുഴുവനും മലിനമാക്കാൻ, മ്ലേച്ഛതയെ കൊണ്ടുപോകാൻ, യുദ്ധമുണ്ടാക്കാൻ, തകർത്ത് കളയുന്ന ആ പൈശാചിക ശക്തികൾ തകർന്നു പോകാൻ അതത് സ്ഥലങ്ങളിൽ ദൈവമാക്കി വെച്ച സഭ, അതാ ബൈബിൾ പറഞ്ഞേക്കുന്നത്. കൊലോസ് ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് വാഴ്ചകളെ അധികാരങ്ങളെ യേശു കർത്താവ് ആയുധവർഗം വെപ്പിച്ചു, കീഴടക്കി. അത് ഏറ്റവും ഹെഡിനെയാണ്, ടോപ്പിനെയാണ്, എന്ന് വെച്ചാൽ ഹാമാനെ. പക്ഷെ സഭയ്ക്ക് ദൈവം അധികാരം കൊടുത്തേക്ക്. എഫേസ് ലേഖനത്തിൽ പറഞ്ഞേക്കുക, നിങ്ങൾ അതത് സ്ഥലങ്ങളിലുള്ള ഈ പൈശാചിക കിങ്ഡത്തെ പിടിച്ചടക്കുക. പക്ഷേ ഇതാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സഭ പഠിക്കേണ്ട പാഠം ഇതാണ്. ഞങ്ങൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറയുക, ഈ ആത്മയുദ്ധം ഇവിടെ നടക്കുകയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഫ്യൂച്ചർ
സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലുള്ള ഫ്യൂച്ചർ ഭൂമിയിലെ റിലീജിയൻ, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം, ഇതൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാൻ പറ്റുകയില്ല. എന്നാൽ ചില സൂചനകൾ ഞാൻ പറയാം. പാസ്റ്റർ ഇപ്പോൾ ഏദോമിൻ്റെ കാര്യം പറഞ്ഞു. ഏദോം ശരിക്കും യാക്കോബിൻ്റെ സഹോദരനാണ്. ഇങ്ങനെ ഈ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരുടെയൊക്കെ സഹോദരന്മാരുടെ കുറേ വർഗ്ഗങ്ങളുണ്ട്. ഇസ്മായിലിൻ്റെ വർഗ്ഗം, ഏദോമിൻ്റെ വർഗ്ഗം, പിന്നെ അബ്രഹാമിൻ്റെ മറ്റു മക്കളുടെ ചില വർഗം, ഇങ്ങനെയുള്ള ചില സാഹോദര്യ വർഗ്ഗങ്ങളുണ്ട്. ഈ സാഹോദര്യ വർഗ്ഗങ്ങളുടെയൊക്കെ ആ പീപ്പിൾ ഗ്രൂപ്പിനെ ഈ പറഞ്ഞതുപോലെ സുവിശേഷത്തിൻ്റെ സത്യത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറയാം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ സഹോദരന്മാർക്ക്, പ്രത്യേകിച്ച് യാക്കോബിന് വെളിപ്പെട്ടു. കാരണം എന്താ? ഒരു ചെറിയ സഹോദര സ്നേഹമല്ലേ? ഇതുപോലെ തന്നെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ഒക്കെ ഈ സഹോദരവർഗം, ഇസ്മായിലിൻ്റെ മക്കളും ഏദോമിൻ്റെ മക്കളും ഒക്കെ സുവിശേഷത്തിന് വേണ്ടി ഓപ്പൺ ആകുന്ന, ഇറാനിൽ നടക്കുന്നത് പോലെയുള്ള റിവൈവല് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ലോകം മുഴുവൻ നടക്കും. ഞാൻ ഒരു ബൈബിളിൽ നിന്ന് ഉള്ളൊരു വെളിപ്പാട് വെച്ചൊരു പ്രോഫസി പറയുക. ആൻറ്റി ക്രൈസ്റ്റ് ഭരിക്കുന്ന ഭൂമിയിൽ ലോകമതമായിട്ട് ഉയർന്നു വരാൻ പോകുന്നത് സഭ മാറ്റപ്പെട്ട ശേഷമുള്ള ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയും ഇവിടുത്തെ ഹൈന്ദവ മതവും ഒക്കെ ആയിരിക്കും. ബാക്കിയൊന്നും ഇവിടെ കാണത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം പാസ്റ്റർക്കും ആസാദിയുടെ പ്രേക്ഷകർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവം എന്നെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.